ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു ഈവനിങ് വ്ളോഗൊക്കെ ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതാ ആയിഷാസ് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്കും ഷെയ്ക്കും പിന്നെ നദക്കും. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഡ്രസ്സ് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് മെഷർമെൻ്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അതിനനുസരിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷെയ്ക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. ഷെയ് ഈ ഒരു കളറിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്കൊരു ജീൻസ് പാൻറ്റും, അപ്പോൾ ഈ മറൂണ് അതിലേക്കുള്ള ബെൽറ്റാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ്. ഇത് ഞാൻ ചൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണല്ലോ. അപ്പോൾ ഞാൻ അതിലൊരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ്, മാക്സി ടൈപ്പ് ഡ്രസ്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പടിയിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്റ്റിച്ചിങ് തന്നെയാണ്. ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് കേട്ടോ. പിന്നെ അടുത്തത് ഇത് നദക്ക് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഷെയ്ഡ് ഡ്രസ്സിൻ്റെ സെയിം കളർ തന്നെയാണ്. ഷർട്ട് ഇതുപോലെ ഫുൾ സ്ലീവിൽ നല്ല അടിപൊളി സ്ലീവിലൊക്കെ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷർട്ട്, അതിലേക്ക് സ്ട്രാപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സും കൂടെയാണ്. ഷേസക്കും സെയിം ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കളർ ചേഞ്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷർട്ട് 2 പേരുടെയും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഷോള് ക്രിങ്കിൾഡ് കോട്ടണിലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ഒരു ക്രിങ്കിൾഡ് കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ നല്ല സുഖമാണ് നമുക്ക് ഇടാനും തന്നെ. അപ്പോൾ ഷേസിൻ്റെയും നദറിൻ്റെയും ഡ്രസ്സ് അവരുടെ അടുത്തൊന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇത് അവർ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൈസൊക്കെ കറക്റ്റ് സൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സെല്ലാം സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ആയിഷാസ് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ അവരുടെ വാട്സപ്പ് ഡീറ്റെയിൽസ്, വാട്സപ്പിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൂടെയൊക്കെയാണ് അവർ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇവർ ഹോൾസെയിലായിട്ടും ഒക്കെ ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഷെയ്ൻ്റെ ഡ്രസ്സ് ഇനി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇടുമ്പോൾ കാണിക്കാം. അപ്പം കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ എന്തെല്ലാമോ കളികളിലാണ് കേട്ടോ. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പണിയിലായിരിക്കും. ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഡ്രസ്സ് കിട്ടിയിരുന്ന ആ ഒരു ബോർഡ് എടുത്തിട്ട് ബോക്സ് എടുത്തിട്ട് എന്തോ കാർ എന്തൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കൊരു റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരി ഇതൊരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കഴുകി കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമ്മളുടെ ചോറിൻ്റെ അരിയാണ് കേട്ടോ അത്. അപ്പം അരിയുണ്ട, എള്ളുണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് സംഭവമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം കോട്ടക്കുന്നിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ വേഗത്തിലായി കിട്ടും ചെയ്യും, നല്ലോണം പൊരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പം എന്തായാലും ഞാനത് വറുത്തെടുക്കട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് എള്ളും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കറുത്ത എള്ളാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കഴുകി പുറത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് വറുത്തെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ വറവായി കിട്ടും.
അപ്പോൾ അങ്ങനെ എള്ളും അരിയും ഇതാ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് കേട്ടോ ആവശ്യമുള്ളത്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ അരി വറവായി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതാ ശർക്കരയും ഇവിടെ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അരി നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു അരി വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ അരി വറുത്തിട്ട് തേങ്ങയും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും അരി വറുത്ത് തേങ്ങയും പഞ്ചസാരയും കൂട്ടിയിട്ട് ചായയിലൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അരി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ വറവായിട്ടുള്ള എള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എള്ള് നല്ലോണം വറുത്തെടുത്ത് തന്നെയാണ് കേട്ടോ. നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെൽറ്റായിട്ടുള്ള ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ശർക്കര വേണം. ഇപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കോരി കഴിക്കണ പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ മെൽറ്റായ ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എള്ളും അരി വറുത്ത് പൊടിച്ചതും തേങ്ങയൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് എള്ളുണ്ട പോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ബോളാക്കി എടുക്കണം. അപ്പം കുറച്ച് നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. ഇനി ഇത് ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ശർക്കര മെൽറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ ഇത് ബോൾസ് ആക്കി എടുക്കണം. അപ്പം അതിനിടയിൽ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എള്ളും പൊടിക്കാം കേട്ടോ. എള്ളും പൊടിച്ച് അങ്ങനെ രണ്ടും പൊടിച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ ബാക്കി കുറച്ച് അങ്ങനെ പൊടിച്ചെടുത്തിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ എള്ളരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും കൂടെ കോട്ടക്കുന്ന് പോവുകയാണ് കേട്ടോ. കോട്ടക്കുന്ന് കുറേ ആയി നമ്മൾ അതിൻ്റെ പാർക്കിലേക്കൊക്കെ ഒന്ന് പോയിട്ട്. ഇപ്പോൾ പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ പോയ സമയത്ത് എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോവുകയാണ്. ഞാനും ഷെയും ഇത്താത്തയും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഉമ്മയിപ്പം ഇല്ല കേട്ടോ. ഉമ്മയിപ്പം പിന്നെ അവിടെ അങ്ങനെ ക്രൗഡുള്ള ഏരിയയിലെന്നൊക്കെ വിചാരിച്ചിട്ട് ഉമ്മയിപ്പം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ്.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. കൊറോണയൊക്കെ എല്ലാവരും മറന്നു തോന്നുന്നു, നമ്മളും മറന്ന പോലെ തന്നെയാണ്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. നമ്മൾ ഇത്രയൊന്നും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കണ്ടോ, പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്, നല്ല തിരക്കുണ്ട്. ആദ്യം നമ്മൾ എന്തെങ്കിലും ചായയും സ്നാക്കും കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഓപ്പൺ ആയ സമയത്ത് ഇതിൽ കുറേ റൈഡും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും കുട്ടികളെ കൊണ്ട് പോകാൻ തോന്നണില്ല കേട്ടോ, കാരണം ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് കൂടെ ക്രൗഡൊന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടെ നമുക്കങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് നടക്കുകയാണ്. കുട്ടികളൊക്കെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ബലൂൺ പാർക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി കളിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, നല്ല തിരക്കാണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ ഇങ്ങനെ മൈൻഡ് ഡൈവേർട്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ വെറുതെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കുട്ടികളവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ അവിടുത്തെ കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കോട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്തെങ്കിലും ഫുഡോ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡെലീഷ്യയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അതാ നമ്മളുടെ ഫുഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും കളിയൊന്നും മതിയായിട്ടില്ലായിരുന്നു കേട്ടോ, കളിച്ച് മതിയായിട്ടില്ലായിരുന്നു. ദാ ഷെൻസിൻ്റെ മുഖം കണ്ടോ, അവൻ അതിൻ്റെ സങ്കടത്തിലാണ്, പാർക്കിലൊന്നും പോയി കളിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ്. അപ്പോൾ ഓരോ കരച്ചില്ലായിരുന്നു. പിന്നെ അങ്ങനെ മാറി. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും മീൻകറിയും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷെയിൻ്റെ വലിയ മോന് ബട്ടർ ചിക്കൻ മസ്റ്റാണ്. പൊറാട്ടയും ബട്ടർ ചിക്കൻ്റെയും ഒരു ഫാനാണ് നിദാല്. അപ്പോൾ അവന് അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഓരോരുത്തരുടെ നൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായി തിന്നി കമോൺ. അവസാനം ഒരു ലൈം ടീ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്.
അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ കൂട്ടിലങ്ങാടി ടൗണിൽ ഭയങ്കര പ്രകടനമായിരുന്നു കേട്ടോ. ഭരണസമിതിയിൽ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ ഭരണം ഏറ്റെടുത്തതിൻ്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു. അപ്പോൾ ഇത് അവിടെ നല്ല രസത്തിലുള്ള എന്താ പറയുക പടക്കം പൊട്ടിക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഞാനും ഷെയ്യും മക്കളും മുന്നത്താത്താൻ്റെ വീട്ടിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഹസ്കർ ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കുള്ള പാർസലൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഹസ്കർക്ക് അവിടെ നിന്നു കേട്ടോ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്നു. ഞങ്ങൾ ഇങ്ങോട്ട് മുന്നത്താത്താൻ്റെ വീട്ടിൽ തിരിച്ചു പോന്നു. കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഒന്ന് നിൽക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളന്ന് അവിടെ സ്റ്റേ ചെയ്തു. കുട്ടികളൊക്കെ അതാ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.